എന്താണ് ജർമ്മൻ ലാംഗ്വേജിൽ A1 ലെവൽ? A1 മാത്രമല്ല, A2, B1, B2, C1, C2 ഇങ്ങനെ 6 ലെവൽസ് ആണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഉള്ളത്. ഓക്കെ. സോ ഇതിൽ A1 ലെവൽ നിങ്ങൾ പഠിക്കുമ്പോൾ എന്തൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ. സോ A1 ലെവലിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കുക ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നത് പോലെ തന്നെ ആൽഫബറ്റ്സ്. ഓക്കെ. സോ ABCDE എന്ന് നമ്മൾ ആൽഫബറ്റ്സ് പഠിക്കില്ലേ, അതേപോലെ തന്നെ ജർമ്മൻ ലാംഗ്വേജിൽ ആൽഫബറ്റ്സ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം പഠിക്കുക. ഓക്കെ. അതിനുശേഷം നമ്മൾ 1 to 100 നമ്പേഴ്സ് ആണ് പഠിക്കുക. ഓക്കെ. സോ 1, 2, 3, 4 എന്ന് നമ്മൾ ജർമ്മനിൽ എങ്ങനെ പറയും, എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് നമ്പേഴ്സിൽ പഠിക്കുക. ഓക്കെ. സോ ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, ദെൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വീക്ക് ഡേയ്സും മന്ത്സും ആണ്. അതായത് ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മന്ത്സ് പഠിക്കും. അതുപോലെ തന്നെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ എന്നൊക്കെ വീക്ക് ഡേയ്സ് പഠിക്കില്ലേ, അതെങ്ങനെയാണ് ജർമ്മനിൽ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കും. ഓക്കെ. സോ ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, വീക്ക് ഡേയ്സ്, മന്ത്സ്. ഓക്കെ. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗ്രീറ്റിംഗ്സ് ആണ്. ഓക്കെ. സോ ഗ്രീറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറയില്ലേ. സോ ഗുഡ് മോർണിംഗ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ജർമ്മൻ ലാംഗ്വേജിൽ വരുമ്പം ഗുറ്റൻ മോർഗൻ എന്നാണ് വരിക. സോ അങ്ങനെ പ്രൊനൗൺസിയേഷനും അത് പറയുന്ന രീതിക്കും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ എങ്ങനെ ഒരാളെ ഗ്രീറ്റ് ചെയ്യണം, എങ്ങനെ ഹലോ പറയണം, ബൈ പറയണം, ഓക്കെ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഇതൊക്കെ എങ്ങനെ പറയാമെന്നാണ് നമ്മൾ പിന്നീട് പഠിക്കുക. ഓക്കെ. സോ ഗ്രീറ്റിംഗ്സ് പഠിക്കും. അതിനുശേഷം നമ്മൾ കളേഴ്സും സീസൺസും ഒക്കെ ഫോക്കസ് ചെയ്യും. അതായത് ഈ സമ്മർ, വിന്റർ എന്ന് പറയുന്ന സീസൺസ്, അതുപോലെ തന്നെ റെഡ്, ബ്ലൂ ഇതൊക്കെ എങ്ങനെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ പ്രൊനൗൺസ് ചെയ്യുന്നത് പഠിക്കും. ഓക്കെ. സോ അതിനുശേഷം നമ്മൾ ബേസിക് ആയിട്ടുള്ള സെന്റൻസ് ഫോം ചെയ്യാൻ പഠിക്കും. അതായത് മൈ നെയിം ഈസ് ജിഷ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ഹൗ ആർ യു എന്ന് പറയില്ലേ. സോ അങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ബേസിക് സെന്റൻസ് സ്ട്രക്ചേഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്യും. ഓക്കെ. പിന്നെ നമ്മൾ ഗ്രാമർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇൻട്രൊഡക്ഷൻസ് ലൈക്ക് ആർട്ടിക്കിൾസ്, വെർബ്സ്, അതുപോലെ തന്നെ സിമ്പിൾ സെന്റൻസ് സ്ട്രക്ചർ മേക്ക് ചെയ്യാനുള്ള ഗ്രാമറിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻസും ഈ A1 ലെവലിൽ നമ്മൾ ഫോക്കസ് ചെയ്യും. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് A1 ലെവലിൽ കവർ ചെയ്യുക. ഓക്കെ. സോ A1 ലെവൽ എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ LKG, UKG ക്ലാസ്സസിലൊക്കെ പഠിക്കില്ലേ, ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, കളേഴ്സ്. ഇതൊരു പുതിയ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് ഒന്നേന്ന് തൊട്ട് പഠിച്ചു തരണം അല്ലെ. സോ ഇതൊക്കെ ജർമ്മൻ ലാംഗ്വേജിൽ ഡിഫറെന്റ് ആണ്. നമ്മൾ ആദ്യമൊക്കെ കുറേ കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. സോ അങ്ങനെ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് A1 ലെവലിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ. ബേസിക് ആയിട്ടുള്ള എല്ലാം, ഓക്കെ, ഒരു ലാംഗ്വേജിന് ബേസിക് ആയിട്ട് വേണ്ടത് എല്ലാം നമ്മൾ A1 ലെവലിൽ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.